വാട്ട്സ് അപ്പ് എവരിവൺ, എല്ലാവർക്കും നമസ്കാരം. പുതിയ ഒരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ്. ഇന്ന് ഞാനൊരു വെറൈറ്റി വീഡിയോ ആയിട്ടാണ് വന്നേക്കണം. വെറൈറ്റി വീഡിയോ എന്ന് പറയാനായിട്ടുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ റീസെൻ്റ്ലി ഫോൺ സ്ക്രോൾ ചെയ്ത് ഇങ്ങനെ റീല് കണ്ടുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ റീല് കണ്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ ഒരു പർട്ടിക്കുലർ റീല് കോട്ട് മൈ അറ്റൻഷൻ. അതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അലൂമിനിയം ഫോയിൽ കൊണ്ട് ഒരു മെറ്റൽ കൈൻഡ് ഓഫ് ബോൾ ഉണ്ടാക്കുന്നതാണ് ഞാൻ കണ്ടത്. സോ അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര എന്താ പറയുക, ഒരു ക്യൂരിയോസിറ്റി. അതെങ്ങനെ ആ ഒരു സംഭവം ഇങ്ങനെ ചെറുതാക്കി എങ്ങനെ ഒരു മെറ്റൽ ബോൾ ആക്കാമെന്നായിരുന്നു ഞാൻ ചിന്തിച്ചത്. അപ്പോൾ അത് ചെയ്ത് നോക്കാനായിട്ട് എനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. സോ ഞാൻ അപ്പം തന്നെ പോയിട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് ഒരു അലൂമിനിയം ഫോയിൽ തപ്പിയെടുത്ത് ഈ ഒരു അലൂമിനിയം ഫോയിൽ യൂസ് ചെയ്ത് ഇങ്ങനത്തെ ഒരു മെറ്റൽ ബോൾ ഉണ്ടാക്കുന്നത് എന്തുമാത്രം ട്രൂത്ത് ആയിട്ടുള്ള കാര്യമാണെന്ന് അറിയില്ല. അതൊരു ജെന്യുവൻ ആയിട്ടുള്ള സംഭവമാണോന്നും അറിയില്ല, ഫേക്ക് ആണോ ഒറിജിനലാണോ ഒരു പിടിയുമില്ല. നമുക്കത് ഇന്ന് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിനു വേണ്ടിയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഞാൻ പോയി സാധനം മേടിച്ചിപ്പോൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. നമുക്കിനി നെക്സ്റ്റ് പരിപാടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഒരു സംഭവം എടുത്തിട്ട് ഇതിൽ ഈ പയ്യൻ കാണിക്കുന്ന പോലെ അടിച്ച് പരത്തി ഇതിനൊരു ബോളായിട്ട് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോണത്. അപ്പോൾ ഇന്നൊരു എക്സ്പെരിമെൻറ്റ് കൈൻഡ് ഓഫ് വീഡിയോ ആയിരിക്കും. അപ്പോൾ വൺസ് അഗെയിൻ വെൽക്കം എവരിവൺ, വെൽക്കം ബാക്ക് ടു ADV റലം ഗൈസ്. ഇതാണ് നിങ്ങൾ നേരത്തെ ഞാൻ പോയി വാങ്ങുന്ന കണ്ട ഫോയിൽ പേപ്പർ എന്ന് പറയണത്. It was at this moment that he knew. നേരത്തെ എന്താ നടന്നെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ അലൂമിനിയം ഫോയിലാണെന്ന് വിചാരിച്ച് ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് എടുത്തുകൊണ്ട് വന്നത് ഒരു ഫുഡ് റാപ്പ് ചെയ്യണ ഒരു സംഭവമായിരുന്നു. അത് ഞാൻ ഓപ്പൺ ചെയ്തപ്പോഴാണ് കണ്ടത്. ഞാൻ അപ്പം തന്നെ ഫടേന്ന് പറഞ്ഞ് നേരെ പോയി ഹൈപ്പർ മാർക്കറ്റിൽ നിന്ന് തന്നെ റിട്ടേൺ അടിച്ച് വേറൊരു അലൂമിനിയം ഫോയിൽ ഇപ്പോൾ എടുത്തിട്ടാണ് വരുന്നത്. എക്സ്ട്രാ എനിക്കൊരു 30 റുപ്പീസോളം ആയി. ഈ ഒരു സംഭവമാണ് അലൂമിനിയം ഫോയിൽ. നമുക്ക് ആ ബോൾ ഉണ്ടാക്കുന്നത്തെ കുറേ ചുരുട്ടണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇത്രയും കൂടി ക്വാണ്ടിറ്റി പ്രയോറിറ്റൈസ് ചെയ്തിട്ടാണ് ഞാൻ ആ ഒരു സംഭവം എടുത്തത്. ലേറ്റർ ടേൺഡ് ഔട്ട് ടു ബി വേറെ ഒരു പ്രോഡക്റ്റ്. ഇപ്പോൾ നമ്മുടെ കയ്യിൽ എക്സാക്റ്റ് കറക്റ്റ് സാധനം കിട്ടിയിട്ടുണ്ട്. ദേ തിളങ്ങുന്ന കണ്ടോ. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. ഷിറ്റ്, അതും തന്നെ കുളമായി. ഇത് വളരെ കുറച്ചുള്ളൂ കേട്ടോ. ഇത് ചുരുട്ടി വരുമ്പോൾ ഏകദേശം ഇത്രയും കാണുള്ളൂ. എങ്കിൽ കൂടി നോ പ്രോബ്ലം, നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യും. ഓക്കെ, സൗണ്ട് കേട്ടോ. ASMR. ഹലോ. അത്യാവശ്യം വലിപ്പമുണ്ട് കേട്ടോ. ഞാൻ വിചാരിച്ച അത്രയും ചെറുതായില്ല, അത്യാവശ്യം വലിപ്പമുണ്ട്. അപ്പോൾ നമുക്കിതിൻ്റെ കുറച്ചധികം അങ്ങോട്ട് എടുക്കാം. നല്ല രസമുണ്ട് ചെയ്യാനായിട്ട്. ഇത് കറക്റ്റ് റൗണ്ട് ഷേപ്പിലാക്കാൻ വേണം. അതാണ് ഏറ്റവും വലിയ ടാസ്ക്. അങ്ങനെ കുറേ നേരം ചുരുട്ടിക്കൂട്ടി അടിച്ച് പരത്തി ഇത്ര ആക്കി എടുത്തിട്ടുണ്ട്. ഇനിയും ബാക്കിയുണ്ട്. എന്തായാലും ഞാൻ അത് ഫുള്ള് വേസ്റ്റ് ചെയ്യുന്നില്ല. നമുക്ക് എന്തെങ്കിലും ഫുഡും കാര്യങ്ങളൊക്കെ പൊതിഞ്ഞ് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അത്രയും വെറുതെ ഉരുട്ടി അത്രയും വേസ്റ്റ് ആക്കിയിട്ട് കാര്യമില്ലെന്ന് തോന്നണം. കാരണം എന്തായാലും ഇത്രയുമാണ് എടുത്തേക്കുന്നത്. ഇതിനി നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കണ്ടോ നിങ്ങളിപ്പോൾ, ഇത് കംപ്ലീറ്റ്ലി റഫാണ്. ഈ റഫ്നെസ് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് സാൻഡ് ചെയ്യണം. ഒരു സാൻഡ് പേപ്പറും കൂടി ഉണ്ട് എൻ്റെ കയ്യിൽ. ഈ ഒരു സാൻഡ് പേപ്പർ ഇതിനാണെങ്കിൽ അധികം ഇതില്ലാത്തതാണ്, റഫ്നെസ് ഇല്ലാത്തതാണ്. അപ്പോൾ അത് യൂസ് ചെയ്ത് ഉരച്ചൊരച്ചൊരച്ച് ഇതിനെ സ്മൂത്ത് ചെയ്തെടുക്കണം. അതാണ് നമ്മുടെ നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നത്. സോ അതിന് വേണ്ടിയിട്ട് നമുക്ക് വെറുതെ ചെയ്താൽ പറ്റില്ല, കുറച്ച് വെള്ളം വേണം. വെള്ളം യൂസ് ചെയ്ത് ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വെള്ളമെല്ലാം യൂസ് ചെയ്ത് കുറച്ചൊക്കെ സാനിറ്റ് ചെയ്തിട്ടോ. അതിനുശേഷമാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യാനായിട്ട് ഇതെടുത്തപ്പോഴാണ് വീഡിയോ ഒന്നും ക്യാപ്ചർ ആയില്ലെന്നുള്ള കാര്യം മനസ്സിലാക്കുന്നത്. അപ്പോൾ ഞാനിത് വോയിസ് ഓവർ ചെയ്യാനാണ്. ഇതിന് ശേഷം ഞാൻ കുറേ കിടന്ന് സ്ക്രബ് ചെയ്തു. എത്രയൊക്കെ സ്ക്രബ് ചെയ്തിട്ടും ആ ഒരു ടെക്സ്ചർ ഒട്ടും സ്മൂത്ത് ആവണുണ്ടായിരുന്നില്ല. ഇങ്ങനെ കുറേശ്ശെ ആയിട്ട് ഇങ്ങനെ പൊളിഞ്ഞ് വന്നുകൊണ്ടിരിക്കുമായിരുന്നു. ഞാൻ ഏകദേശം ഒരു അരമണിക്കൂറോളം ഇരുന്ന് ഉരച്ചെങ്കിലും എനിക്കിതിനൊരു പോസിറ്റീവ് റിസൾട്ട് കാണാനായിട്ട് പറ്റിയിരുന്നുള്ളതാണ് സത്യം. എന്തായാലും നമ്മുടെ എക്സ്പെരിമെൻ്റ് ഇവിടെ പാളിപ്പോയിട്ട് നമ്മൾ ചെയ്തതിൽ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് ഉണ്ടായിരുന്നായിരിക്കും. അതുകൊണ്ടായിരിക്കും റെഡി ആവുന്നത്. സോ അത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഗൈസ്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയൊരു കണ്ടൻറ്റായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ. Just take a look at the drip. You boys don't get fired in this. Roll a dope, yeah, I'm high as a bitch. Wait, it's lit.